അയൽ സംസ്ഥാനങ്ങളിലെ കൊപ്ര ലോബികൾക്ക് വാതിൽ തുറന്നിട്ട് കേരാഫെഡ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കൊപ്ര സംഭരണത്തിന് തുടക്കമിട്ടാണ് കേരാഫെഡിന്റെ കൈസഹായം. മുംബൈ ആസ്ഥാനമായ സ്വകാര്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് കൊപ്ര സംഭരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നും കൊപ്ര സംഭരിക്കുമെന്ന കേരാഫെഡിന്റെ പ്രഖ്യാപിത ലക്ഷ്യം മറികടന്നാണ് തീരുമാനം. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഓൺലൈനിലൂടെ സംഭരണത്തിന് തുടക്കമിട്ടതോടെയാണ് അയൽ സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് കൊപ്ര ഒഴുകി തുടങ്ങിയത്. സംസ്ഥാനത്ത് കൊപ്രയും തേങ്ങയും കെട്ടിക്കിടക്കുമ്പോഴാണ് കേരഫെഡിന്റെ ഈ തീരുമാനം. ഇത് സംസ്ഥാനത്തെ നാളികേര കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ്. പ്രാദേശിക വിപണിയേക്കാൾ കൂടിയ വിലക്കാണ് ഓൺലൈനിലൂടെ കൊപ്ര സംഭരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും കൊപ്ര എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന കൊപ്രകൾക്ക് ഗുണനിലവാരമില്ലെന്നാണ് ആക്ഷേപം. മുംബൈ ആസ്ഥാനമായ NEML എന്ന ഓൺലൈൻ കമ്പനി വഴിയാണ് ഇടപാടുകൾ. ഈ കമ്പനിയെ മാത്രമാണ് കൊപ്ര സംഭരണത്തിന് കേരഫെഡ് എംപാനൽ ചെയ്തിരിക്കുന്നത്. അയൽ സംസ്ഥാനത്തെ കൊപ്ര ലോബികളെ സഹായിക്കാനാണ് സംഭരണം ഓൺലൈനിലേക്ക് മാറ്റിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ നാളികേര കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് കേരഫെഡ് എന്ന സ്ഥാപനം സർക്കാർ ആരംഭിച്ചത്. പക്ഷേ കേരഫെഡിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും നാളികേര കർഷകർക്കെതിരാണെന്ന് പറയാതെ വയ്യ. പുതിയ പരിഷ്കാരം നടുവടിഞ്ഞ കേര കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിലും ഒട്ടും സംശയമില്ല. റിപ്പോർട്ടർ ആർ റോഷി പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ആർ റോഷി പാൽ ചേരുന്നുണ്ട്. റോഷി പാൽ, കേരളത്തിലെ കേര കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ്. ഇതിപ്പോൾ ഓൺലൈനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൊപ്ര സംഭരിക്കുന്നത്. എന്താണ് ഇതിൽ വിശദീകരണം നൽകുന്നത് ബന്ധപ്പെട്ടവർ? സുധി, കേരഫെഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓൺലൈൻ വഴി കൊപ്ര സംഭരിക്കുന്നത്. നേരത്തെയൊക്കെ രാവിലെ ഈ കേരഫെഡ് കൊപ്ര സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു വില അവർ പ്രസിദ്ധപ്പെടുത്തും. അത് താല്പര്യമുള്ള കർഷകർക്ക് നേരിട്ട് കേരഫെഡുമായി ബന്ധപ്പെട്ട് ഈ കൊപ്ര കൈമാറുന്ന രീതിയാണ് ഒന്ന്. രണ്ടാമത് ഈ ഒരുമിച്ചുള്ള ടെൻഡറാണ്. ആ ടെൻഡറിൽ പങ്കെടുത്ത് ക്വിൻ്റൽ കണക്കിന് കൊപ്ര കൈമാറാം. ഇപ്പോൾ മൂന്നാമത് പുതിയൊരു പരിഷ്കാരം കൊണ്ടുവന്നു. അത് ഓൺലൈനിൽ നിന്നും, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കൊപ്ര സംഭരിക്കുക എന്നത്. ഇത്തരമൊരു തീരുമാനത്തിലൂടെ സംസ്ഥാനത്തിന് പുറത്തുള്ള കൊപ്ര ലോബികൾക്ക് സംസ്ഥാനത്തേക്ക് കൊപ്ര എത്ര വേണമെങ്കിലും ഈ കേരഫെഡിന് നൽകാം എന്നതാണ് ഇതുവഴി വന്ന അവസരം. നേരത്തെയൊന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും കൊപ്ര സംഭരിച്ചിരുന്നില്ല. കാരണം ക്വാളിറ്റി കുറഞ്ഞ, ഗുണനിലവാരം കുറഞ്ഞ കൊപ്ര വന്നു കഴിഞ്ഞാൽ അത് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും, ഗുണനിലവാരം നഷ്ടപ്പെടും, അത് മാർക്കറ്റിനെ ബാധിക്കും എന്ന ഒരു കാരണത്താൽ തന്നെ. രണ്ടാമത് കേര കർഷകരെ സഹായിക്കുക, സംസ്ഥാനത്തെ നാളികേര കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് കേരഫെഡിന് രൂപം നൽകിയത്. ആ ലക്ഷ്യം തന്നെ തെറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനമെടുത്തത്. മാത്രവുമല്ല, ഈ കമ്പനിയിൽ നിന്നും ഇതിലേക്ക് കൊപ്ര നൽകുമ്പോൾ കൊപ്ര നൽകുന്ന കർഷകർ 5%, ഏതാണ്ട് 5% അവർക്ക് കമ്മീഷൻ നൽകണം. ഒപ്പം കൊപ്ര വാങ്ങുന്ന കേരഫെഡും അതിനനുസരിച്ചുള്ള കമ്മീഷൻ നൽകേണ്ടി വരും. ഏതായാലും ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ചില ഗൂഢ താല്പര്യമുണ്ട് എന്ന ആരോപണം ഇതിനോടകം തന്നെ നാളികേര കർഷകർ ഉയർത്തി കഴിഞ്ഞു. സംസ്ഥാനത്ത് നാളികേരത്തിൻ്റെ വില താഴോട്ടേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. അത് വീണ്ടും ആ നാളികേരത്തിൻ്റെ വിലയെ ഇടിയാനുള്ള വഴിയൊരുക്കുന്ന തരത്തിലുള്ള തീരുമാനം കേരഫെഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൊപ്ര സംസ്ഥാനത്ത് ലഭ്യമല്ല എന്നൊരു കാരണമാണ് ഓൺലൈൻ വഴി ഈ കൊപ്ര പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാരണമായി അവർ ചൂണ്ടിക്കാണുന്നത്. പക്ഷേ സംസ്ഥാനത്ത് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലബാർ മേഖലയിലടക്കം കൊപ്ര കെട്ടിക്കിടക്കുന്നുണ്ട്. തേങ്ങയുടെ വില പതുക്കെ താഴേക്ക് പോവുകയാണ്. കാരണം കേരഫെഡാണ് ഇവരൊക്കെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. സംസ്ഥാനത്തെ കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്നവരൊക്കെ കേരഫെഡിലേക്കാണ് കൂടുതലായും കൊപ്ര നൽകുന്നത്. സംസ്ഥാനത്തുള്ള കൊപ്രയാണ്, തേങ്ങയാണ് ഏറ്റവും ഗുണനിലവാരമുള്ളത്. എന്നിട്ട് പോലും എന്തിനാണ് ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാടിൽ നിന്നും ഈ കൊപ്ര സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. വ്യക്തമാണ്, സംസ്ഥാനത്ത് നിന്നും കൊപ്ര സംഭരിക്കുമെന്ന കേരഫെഡിന്റെ പ്രഖ്യാപിത ലക്ഷ്യം മറികടന്നാണ് ഈ തീരുമാനം. ആർ റോഷി പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.